പിണറായിയെ പിഴുതെറിഞ്ഞ മാടപ്പള്ളി എന്ന കൊച്ചു ഗ്രാമം. അതെ, കേരളത്തിൽ ഒരിക്കൽ പോലും തോൽക്കില്ലെന്ന് കരുതിയ ഒരു സർക്കാരിനെ ഒരു ചെറിയ ഗ്രാമത്തിലെ സാധാരണ മനുഷ്യർ വെല്ലുവിളിച്ച കഥ. പോലീസ് കേസുകൾ വന്നു, ഭീഷണികൾ വന്നു, പരിഹാസങ്ങളും വന്നു. പക്ഷേ മാടപ്പള്ളി പിന്നോട്ട് പോയില്ല. 5 വർഷം ഒരു ദിവസം പോലും മുടങ്ങാതെ നടന്ന നിരാഹാര സമരം അവസാനം കേരള രാഷ്ട്രീയത്തിന്റെ ദിശ തന്നെ മാറ്റിയിരിക്കുകയാണ്. ഇന്ന് കേരളം ചോദിക്കുന്നു, പിണറായിയുടെ വീഴ്ചയുടെ ആദ്യ തീപ്പൊരി മാടപ്പള്ളിയിലായിരുന്നോ? ഇതൊരു സമരത്തിന്റെ കഥ മാത്രമല്ല സുഹൃത്തുക്കളെ. സാധാരണ മനുഷ്യർ ഒരുമിച്ച് നിന്നാൽ അധികാരത്തെ പോലും മുട്ടുകുത്തിക്കാമെന്ന കേരളത്തിന്റെ പുതിയ ഒരു ചരിത്രമാണ്. പിണറായിയെ പിഴുതെറിഞ്ഞ മാടപ്പള്ളി സമരം ഇന്ന് കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ പ്രത്യേകമായി എഴുതപ്പെടേണ്ട ഒരു പോരാട്ടമായി മാറിയിരിക്കുകയാണ്. കാരണം ഇത് ഒരു ദിവസത്തെ പ്രതിഷേധമല്ല, ഒരു മാസത്തെ സമരമല്ല, ഏകദേശം 5 വർഷം നീണ്ട ഒരു ദിവസം പോലും മുടങ്ങാത്ത ഒരു നിരാഹാര സമരമായിരുന്നു. ചൂടും മഴയും കാറ്റും മറന്ന്, കേസുകളും ഭീഷണികളും മറന്ന്, ഞങ്ങളുടെ നാട് ഞങ്ങൾ രക്ഷിക്കുമെന്ന ഒറ്റ വിശ്വാസത്തിൽ സാധാരണ മനുഷ്യർ തെരുവിൽ നിന്ന് നടത്തിയ പോരാട്ടം. ഇന്ന് ആ പോരാട്ടം വിജയിച്ചപ്പോൾ കേരളം മുഴുവൻ മാടപ്പള്ളിയെ നോക്കുകയാണ്. അതെ, പിണറായി എന്ന വൻമരത്തെ പിഴുതെറിഞ്ഞ മാടപ്പള്ളി എന്ന കൊച്ചു ഗ്രാമം, ആ സമരം നടത്തിയ നേതാക്കന്മാർ, അവരുടെ പ്രതികരണങ്ങൾ, അവിടുത്തെ സാധാരണപ്പെട്ട ജനങ്ങളുടെ ആവേശം, ഇതെല്ലാം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് വളരെ വ്യക്തമായി പറഞ്ഞു തരാം. പ്രധാന പോയിന്റിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു വലിയ അപേക്ഷയുണ്ട്. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങൾ ലൈക്ക് ചെയ്യുകയാണെങ്കിൽ യൂട്യൂബിന്റെ അൽഗോരിതം ഈ വീഡിയോയെ നിരസിക്കില്ല. ഈ സമയത്ത് നിങ്ങളുടെ വലിയ സഹായം ഞങ്ങൾക്ക് വളരെ അത്യാവശ്യമാണ്. സുഹൃത്തുക്കളെ, നമുക്ക് എല്ലാവർക്കും അറിയാം, കേരളത്തിൽ അധികാരത്തിന്റെ അഹങ്കാരത്തിന് മുന്നിൽ പല സമരങ്ങളും തകർന്നു വീണിട്ടുണ്ട്. പലരും ക്ഷീണിച്ച് പിന്മാറിയിട്ടുമുണ്ട്. പക്ഷെ മാടപ്പള്ളി തകർന്നില്ല. അവിടെ സമരപ്പന്തൽ വെറും ഒരു പന്തൽ മാത്രമായിരുന്നില്ല, അതൊരു ജനതയുടെ ആത്മാഭിമാനമായിരുന്നു. മഴ പെയ്തപ്പോഴും ആളുകൾ അവിടെ ഉണ്ടായിരുന്നു. പൊള്ളുന്ന ചൂട് വന്നപ്പോഴും അവർ അവിടെ കൂടിയിരുന്നു. പോലീസ് വലിച്ചിഴിച്ചപ്പോഴും ആളുകൾ പിന്നോട്ട് പോയേയില്ല. കാരണം അവർക്കത് രാഷ്ട്രീയം മാത്രമായിരുന്നില്ല, അവരുടെ വലിയ ഒരു അതിജീവനമായിരുന്നു. സുഹൃത്തുക്കളെ, പിണറായി സർക്കാരിന് ഏറ്റവും വലിയ തിരിച്ചടിയായ മാടപ്പള്ളിയിലെ കേരയിൽ വിരുദ്ധ സമരത്തിന്റെ പിന്നിൽ ഉറച്ചുനിന്ന സമര നേതാക്കന്മാരെ കേരളം ഒരിക്കലും മറക്കില്ല. ശ്രീ ബാബു കുട്ടഞ്ചിറ, ശ്രീമതി മിനി കെ ഫിലിപ്പ്, ശ്രീ വി ജെ ലാലി, പോലീസ് വലിച്ചിഴിച്ചിട്ടും സമരപ്പന്തൽ വിട്ടുപോകാത്ത ശ്രീമതി റോസ്ലിൻ ഫിലിപ്പ്, ഈ സമരത്തിന് ശക്തമായ മാർഗനിർദ്ദേശങ്ങൾ നൽകിയ മാടപ്പള്ളി കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ശ്രീ ബാബു കുര്യത്തറ, ഇവരെല്ലാം ഒരു ദിവസം പോലും മുടങ്ങാതെ കൃത്യമായി സമരത്തെ നയിച്ചവർ തന്നെയാണ്. അതുപോലെ തന്നെ ഒരു ദിവസം പോലും മുടങ്ങാതെ സമരത്തിന് കരുത്തായി നിന്ന ആനപ്പാറയിലെ കുട്ടനങ്ങളും, സമരത്തിന് എന്നും മുന്നിൽ നിന്ന് പ്രവർത്തിച്ച പറമ്പത്തെ റജിച്ചായനും, കുളങ്ങോട്ടെ റജിച്ചായനും, ഈട്ടിക്കലെ തമ്പിച്ചായനും, കൊർണിത്തരയിലെ തോമസ് ജോസഫ് എന്ന സാജനും, ഇവരെല്ലാം ഈ പ്രദേശത്തിന്റെ സാധാരണ പേരുകളല്ല ഇപ്പോൾ. അവർ ഒരു ജനകീയ പോരാട്ടത്തിന്റെ മുഖങ്ങളായി മാറിക്കഴിഞ്ഞു എന്നതാണ് സത്യം. ഇവിടെ കേരളം മനസ്സിലാക്കേണ്ട ഒരു വലിയ സത്യമുണ്ട്. മാടപ്പള്ളിയിൽ നടന്നത് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിഷേധം മാത്രമായിരുന്നില്ല, അത് വീടുകൾ നഷ്ടപ്പെടുമോ എന്ന ഭയത്തിൽ കരഞ്ഞ കുടുംബങ്ങളുടെ സമരമായിരുന്നു. ഞങ്ങളുടെ ഭൂമി പോയാൽ ഞങ്ങളുടെ ജീവിതം പോകും എന്ന് പറഞ്ഞ അച്ഛനമ്മമാരുടെ സമരമായിരുന്നു. ഞങ്ങളുടെ മക്കളുടെ ഭാവി രക്ഷിക്കണം എന്ന് കരഞ്ഞ് ആർത്തു വിളിച്ച അമ്മമാരുടെ സമരമായിരുന്നു. അതുകൊണ്ടാണ് ആ സമരം ഒരു ദിവസം പോലും നിർത്താതെ ഇങ്ങനെ ശക്തമായി തന്നെ മുന്നോട്ട് പോയത്. കേരളത്തിന്റെ സമര ചരിത്രത്തിൽ ഇടം പിടിച്ച ശക്തമായ സമരമായിരുന്നു സിൽവർ ലൈൻ വിരുദ്ധ ജനകീയ സമിതി കഴിഞ്ഞ 6 വർഷക്കാലമായി കേരളത്തിൽ നടത്തിവന്ന സിൽവർ ലൈൻ വിരുദ്ധ ജനകീയ സമരം. മുഖ്യമന്ത്രി പിണറായി വിജയൻ ആര് തർത്താലും എന്തു വില കൊടുത്തും ഈ പദ്ധതി കേരളത്തിൽ നടപ്പിലാക്കുമെന്ന് പ്രഖ്യാപിച്ചപ്പോൾ സമരസമിതി എന്തു വില കൊടുത്തും ഈ പദ്ധതി കേരളത്തിൽ നടപ്പിലാക്കുവാൻ അനുവദിക്കില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ശക്തമായ സമരം നടത്തുകയുണ്ടായി. 2022 മാർച്ച് 17 മാടപ്പള്ളി റീത്തുപള്ളി ജംഗ്ഷനിൽ സിൽവർ ലൈൻ പ്രതിഷേധക്കാർക്കെതിരെ പോലീസ് നടത്തിയ നരനായാട്ടാണ് കേരളത്തിലെ മറ്റ് സമര സംഘടനകൾക്ക് ശക്തമായി സമരം നടത്തുവാനും
സർക്കാരിനെ ഈ പദ്ധതിയിൽ നിന്ന് തൽക്കാലം പിൻവാങ്ങുവാനുള്ള അവസരമൊരുക്കിയതും മാടപ്പള്ളിയിലെ സമരമായിരുന്നു. നിങ്ങൾ ഇപ്പോൾ കേട്ടത് ശ്രീ ബാബു കുട്ടഞ്ചിറയാണ്. ഇദ്ദേഹമാണ് ജില്ലാ കേരയിൽ വിരുദ്ധ സമര സമിതി ചെയർമാൻ. ഇദ്ദേഹമാണ് മാടപ്പള്ളിയിൽ ആദ്യമായി കേരയിൽ വിരുദ്ധ സമരം തുടങ്ങിവെച്ച സമര നേതാവ്. കഴിഞ്ഞ 5 വർഷത്തിനിടെ കേരളത്തിൽ നടന്ന എല്ലാ ഉപതെരഞ്ഞെടുപ്പുകളിലും മാടപ്പള്ളിയിൽ നിന്നുള്ള ഈ ടീം വിവിധ മണ്ഡലങ്ങളിൽ പോയി അവിടെ അവർ വെറും പ്രചാരണം മാത്രമല്ല നടത്തിയിരുന്നത്. അവർ പിണറായി സർക്കാരിന്റെ ദുർഭരണത്തെക്കുറിച്ച് ജനങ്ങളോട് സംസാരിച്ചു, അവരെ ബോധവൽക്കരിച്ചു. കേരളയിൽ എന്താണെന്നും വീടുകൾ നഷ്ടപ്പെട്ടാൽ ഒരു കുടുംബം എങ്ങനെ തകരുമെന്നും സർക്കാർ ജനങ്ങളുടെ ഭയം കേൾക്കാതെ പോയാൽ എന്ത് സംഭവിക്കുമെന്നും അതെല്ലാം സാധാരണക്കാരുടെ ഭാഷയിൽ അവർ ജനങ്ങളോട് പറഞ്ഞു കൊടുത്തു. അങ്ങനെ ഓരോ ഉപതെരഞ്ഞെടുപ്പിലും LDFന് തിരിച്ചടി കിട്ടിയപ്പോൾ അതിന്റെ പിന്നിൽ മാടപ്പള്ളി സമരസമിതിയുടെ പ്രവർത്തനവും വലിയ രീതിയിൽ ഉണ്ടായിരുന്നു എന്നത് നേതാക്കന്മാരെല്ലാം അന്നും ഇന്നും തുറന്നു സമ്മതിക്കുന്ന ഒരു വലിയ വസ്തുത തന്നെയാണ്. മാടപ്പള്ളി കേരയിൽ വിരുദ്ധ സമരത്തിന്റെ ഒരു മധുര പ്രതികാരമാണ് ഈ നിയമസഭാ ഇലക്ഷനിൽ UDFന് കിട്ടിയ വൻ വിജയം. കഴിഞ്ഞ 5 വർഷക്കാലമായി ഞങ്ങൾ കഷ്ടപ്പെട്ടതിന്റെ പ്രതിഫലമാണ് UDFന്റെ 102 സീറ്റ്. UDF വിജയിച്ചു, ഇനി കേരളം നയിക്കും. ഇപ്പോൾ നിങ്ങൾ കേട്ടത് ശ്രീമതി റോസ്ലിൻ ഫിലിപ്പിനെയാണ്. ഈ വീട്ടമ്മയാണ് കാക്കിയിട്ട പോലീസുകാർ ഒരു തെരുവു നായയെ പോലെ റോഡിലിട്ട് വലിച്ചഴിച്ചത്. ഈ സംഭവമാണ് കേരയിൽ വിരുദ്ധ സമരത്തിന് അന്നും ഇന്നും മാടപ്പള്ളിയിൽ ഊർജം പകർന്നത്. കേരളത്തെ പാരിസ്ഥിതികമായി തകർക്കുകയും കടക്കണിയിലാക്കുകയും ചെയ്യുമായിരുന്ന പദ്ധതിയാണ് സിൽവർ ലൈൻ പദ്ധതി. 529 കിലോമീറ്റർ നീളത്തിൽ തിരുവനന്തപുരത്ത് നിന്നും കാസർകോട്ടേക്ക് വിഭാവനം ചെയ്തിരുന്ന ഈ പദ്ധതി കേരളത്തിന്റെ യാത്രാ ആവശ്യങ്ങൾക്ക് പരിഹാരമാവില്ല എന്ന് മാത്രമല്ല, ഉപഭോക്താക്കളെക്കാൾ കൂടുതൽ ഇരകളെ സൃഷ്ടിച്ചുകൊണ്ട് ബാധ്യതയായി മാറുമെന്ന് വിഷയവിദഗ്ധരടക്കം വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ വിശദമാക്കിയിരുന്നു. 1 ലക്ഷം കോടിക്ക് മേൽ ചിലവ് വരുമെന്ന് നീതി ആയോഗ് ചൂണ്ടിക്കാണിച്ച ഈ പദ്ധതി ഒരു DPR പോലും ഇല്ലാതെയാണ് നടപ്പിലാക്കാൻ ആരംഭിച്ചത്. അങ്ങേയറ്റം ജനാധിപത്യ വിരുദ്ധമായി നിയമസഭയിൽ ചർച്ച ചെയ്യാതെ, വിദഗ്ധരുമായി ആലോചിക്കാതെ, പ്രത്യാഘാതങ്ങൾ പരിഗണിക്കാതെ, പദ്ധതിയുടെ അലൈൻമെന്റിൽ പെടുന്ന ജനങ്ങളോട് ചർച്ച ചെയ്യുകയോ അവർക്ക് മുന്നറിയിപ്പ് നൽകുകയോ ചെയ്യാതെ ഭൂമി പിടിച്ചെടുക്കാൻ മഞ്ഞക്കുറ്റി ഇട്ടുകൊണ്ട് ഏകപക്ഷീയമായി പിണറായി സർക്കാർ മുന്നോട്ട് നീങ്ങുകയാണ് ഉണ്ടായത്. ജനകീയ പ്രക്ഷോഭത്തിന്റെ സമ്മർദ്ദം കൊണ്ട് മാത്രമാണ് DPR പുറത്തുവിടാൻ സർക്കാർ നിർബന്ധിതമായത്. പദ്ധതിയെ സംബന്ധിക്കുന്ന ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് DPR പങ്കുവച്ചത്. ലക്ഷക്കണക്കിന് ആളുകൾക്ക് കിടപ്പാടം നഷ്ടപ്പെടുമായിരുന്ന ഈ പദ്ധതിക്കെതിരെ കേരയിൽ വേണ്ട കേരളം വേണം എന്ന മുദ്രാവാക്യം ഉയർത്തി കേരയിൽ സിൽവർ ലൈൻ വിരുദ്ധ ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം സമരം ചെയ്ത ജനങ്ങളെ, കിടപ്പാടം സംരക്ഷിക്കാനും കേരളത്തെ സംരക്ഷിക്കുവാനും വേണ്ടി തെരുവിലിറങ്ങിയ ജനങ്ങളെ അടുക്കളയിലും അടുപ്പിലും മുറ്റത്തും മഞ്ഞക്കുറ്റിയിട്ട് സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും റോഡിലൂടെ വലിച്ചിഴച്ച് സമരം ചെയ്യുന്നവർക്ക് നേരെ പ്രതികാര ബുദ്ധിയോടെ നീങ്ങുകയാണ് പിണറായി സർക്കാർ ചെയ്തത്. 100 കണക്കിന് സമരപ്രവർത്തകർക്ക് നേരെ കള്ളക്കേസുകൾ ചുമത്തി അവരിന്നും കോടതി കയറി ഇറങ്ങുകയാണ്. സിൽവർ ലൈൻ പദ്ധതി പിൻവലിച്ച് ഉത്തരവിറക്കുകയും കള്ളക്കേസുകൾ പിൻവലിക്കുകയുമാണ് ഉടൻ ചെയ്യേണ്ടത്. ഇപ്പോൾ നിങ്ങൾ കേട്ടത് ശ്രീമതി മിനി കെ ഫിലിപ്പിനെയാണ്. ഈ ധീരവനിത കേരയിൽ സമരം തുടങ്ങിയ നാൾ മുതൽ ഇന്നുവരെ മാടപ്പള്ളിയിൽ മാത്രമല്ല കേരളത്തിൽ ഉടനീളം സഞ്ചരിച്ച് കേരയിൽ എന്ന കള്ള പദ്ധതിയെക്കുറിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന സമര നേതാവ് തന്നെയാണ്. സുഹൃത്തുക്കളെ, ഈ പ്രവർത്തനങ്ങളുടെയൊക്കെ ബലം തന്നെയാണ് ഇന്ന് 102 സീറ്റിന്റെ തിളക്കമാർന്ന വിജയം UDF നേടിയിരിക്കുന്നത്. അതിന്റെ യഥാർത്ഥ ഒരു പ്രതികരണം തന്നെയാണ് കോട്ടയം ജില്ലയിൽ LDFന് കനത്ത തിരിച്ചടി നേരിട്ടതും. അതിന്റെ പിന്നിലും മാടപ്പള്ളി സമരം ഒരു വലിയ മാനസിക കരുത്ത് തന്നെയായിരുന്നു. കാരണം മാടപ്പള്ളി ഇന്നൊരു ഗ്രാമത്തിന്റെ പേര് മാത്രമല്ല, സർക്കാരിനെതിരെ ജനങ്ങൾ ഒന്നിച്ചാൽ ജയിക്കാമെന്ന ആത്മവിശ്വാസത്തിന്റെ പേര് കൂടിയാണ് മാടപ്പള്ളി ഇന്നിപ്പോൾ. ചങ്ങനാശ്ശേരി നിയോജക മണ്ഡലത്തിൽ കഴിഞ്ഞ കാലങ്ങളിൽ നിന്നെല്ലാം വ്യത്യസ്തമായി പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും ത്രിതല പഞ്ചായത്തിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം നേടിക്കൊടുക്കുവാൻ മാടപ്പള്ളിക്കാർക്ക് സാധിച്ചു എന്നതിൽ അഭിമാനിക്കാം. ഇതിനുവേണ്ടി
പണിയെടുക്കുകയും കർമ്മനിരതരായി പ്രവർത്തിക്കുകയും ചെയ്ത മുഴുവൻ നേതാക്കളെയും സഹപ്രവർത്തകരെയും അഭിവാദ്യം ചെയ്യുന്നു, അഭിനന്ദിക്കുന്നു. ടീം UDF ശക്തമായി വരും കാലങ്ങളിലും നമുക്ക് ഒറ്റക്കെട്ടായി ഒരു മനസ്സോടുകൂടി മുൻപോട്ട് പോകാം. ഇന്നാട്ടിലെ ഉത്ബുദ്ധരായ മാടപ്പള്ളിക്കാർ നമ്മളുടെ UDF നൽകിയ അംഗീകാരത്തെ നമുക്ക് വിനയത്തോടുകൂടി സ്വീകരിക്കാം. അവരോടൊന്നും കടപ്പാടും നന്ദിയുമുള്ളവരായി മുമ്പോട്ട് നീങ്ങാം. ഇപ്പോൾ നിങ്ങൾ കേട്ടത് മാടപ്പള്ളി കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ശ്രീ ബാബു കുര്യത്രയാണ്. ഇദ്ദേഹം അധികാരത്തിൽ വന്നതിന് ശേഷം UDFന് മാടപ്പള്ളിയിലുണ്ടായ ഉണർവ് നേതാക്കന്മാർ ഒന്നടങ്കം അംഗീകരിക്കുന്ന ഒരു കാര്യമാണ്. അതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഇക്കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും അതുപോലെ തന്നെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും അതുപോലെ തന്നെ ഇപ്പോൾ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും UDFനുണ്ടായ വോട്ടിന്റെ വൻ കയറ്റം. കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ പഞ്ചായത്ത് അതീവ ഭൂരിപക്ഷത്തോടെ തിരിച്ചു പിടിക്കുവാനും ഈ പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞു എന്നുള്ളത് മാടപ്പള്ളിക്ക് വലിയ അഭിമാനത്തിന് വക നൽകുന്നു. ഇന്ന് മാടപ്പള്ളിക്ക് ഒരു വലിയ പ്രതീക്ഷയുണ്ട്. ഇനി കേരളത്തിൽ കേരയിൽ ഉണ്ടാവില്ല എന്ന ഉറച്ച വിശ്വാസം. അതേസമയം സമര നേതാക്കൾക്കെതിരെ ഇന്നും നിരവധി കേസുകൾ നിലനിൽക്കുന്നു. ആ കേസുകളെല്ലാം പിൻവലിച്ച് പുതിയ സർക്കാർ ഉടൻ വിജ്ഞാപനം പുറപ്പെടുവിക്കുന്ന പ്രതീക്ഷയിലാണ് ഇവിടുത്തെ ജനങ്ങൾ. ഇന്നത്തെ വീഡിയോ കാണുന്ന ഓരോ മലയാളിയും ഒരു കാര്യം മനസ്സിലാക്കണം. ഒരു സർക്കാർ എത്ര ശക്തമായാലും ജനങ്ങളുടെ മനസ്സിനെ തോൽപ്പിക്കാൻ അവർക്ക് കഴിയില്ല. മാടപ്പള്ളി ഇന്ന് കേരളത്തിന് മുന്നിൽ തെളിയിച്ചത് അതാണ്. അധികാരത്തിന് മുന്നിൽ തലകുനിക്കാത്ത സാധാരണ മനുഷ്യനാണ് ഒടുവിൽ ചരിത്രം എഴുതുന്നത്. ഇന്ന് കേരളം മുഴുവൻ മാടപ്പള്ളിക്ക് കൈയടിക്കുന്നതും അതുകൊണ്ട് തന്നെയാണ്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ദയവായി ലൈക്ക് ചെയ്യാൻ നിങ്ങൾ മടി കാണിക്കരുത് എന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുജനങ്ങൾക്കും നിങ്ങൾക്ക് ഇഷ്ടമുള്ള എല്ലാവർക്കും തന്നെ ഷെയർ ചെയ്ത് കൊടുക്കണമേ എന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. കാരണം അവരുടെ അഭിപ്രായവും നമുക്ക് ഈ കാര്യത്തിൽ അറിയേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ വീഡിയോയെ പറ്റിയുള്ള നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻ്റായി ഞങ്ങളെ എഴുതി അറിയിക്കണമേ എന്ന് വിനീതമായി അഭ്യർത്ഥിക്കട്ടെ. കാരണം നിങ്ങളുടെ ഓരോ കമൻറ്റുകളും ഞങ്ങൾ സസൂക്ഷ്മം വീക്ഷിക്കും, അപ്പോൾ ചർച്ച ചെയ്യും. നിങ്ങളുടെ ഓരോ കമൻറ്റുകൾക്കും വ്യക്തമായ മറുപടി ഞങ്ങൾ ഇവിടെ നൽകുകയും ചെയ്യും. അതുപോലെ തന്നെ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നെങ്കിൽ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഈ വലിയ പോരാട്ടത്തിൽ നിങ്ങളും ഞങ്ങളോടൊപ്പം ഉണ്ടാകണമേ എന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ഇനി മറ്റൊരു വിഷയമായി മറ്റൊരു വീഡിയോയിൽ വരുന്നവരെ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി, നമസ്കാരം.